തൃശ്ശൂരിൽ ബി.ജെ.പി. വിജയിച്ചു കഴിഞ്ഞതിന് ശേഷം, അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ വിജയത്തിന് ശേഷം അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. അവിടെ ഓരോ ഘട്ടം കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന തരത്തിൽ ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിൽ നിന്നുമൊക്കെയുള്ള ഒട്ടനേകം പ്രവർത്തകരും അതുപോലെ തന്നെ ചായ്വുള്ളവരും ഉൾപ്പെടെ ബി.ജെ.പിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച പലയിടങ്ങളിൽ നിന്നായി കാണുന്നുണ്ട് എന്നത് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിലിപ്പോൾ എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൂട്ടമായി തന്നെ ബി.ജെ.പിയിലേക്കുള്ള ഒരു ഒഴുക്ക് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് എടുത്തു പറയേണ്ടി വരും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ തൃശ്ശൂരിൽ നടുവിൽക്കരയിൽ ഇപ്പോൾ LDF വിട്ടും അതോടൊപ്പം തന്നെ UDF വിട്ടുമൊക്കെ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ബി.ജെ.പിയിൽ ഒറ്റയടിക്ക് ചേർന്നിരിക്കുന്നത്. അതും യുവാക്കളുടെ ഒരു കൂട്ടമാണ് ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ ബി.ജെ.പിയിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യമെന്ന് പറയുന്നത്. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ തന്നെ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പിക്ക് ഏറെ നിർണായകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തൃശ്ശൂർ ഒരു A ക്ലാസ് മണ്ഡലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവർക്കൊരു MP ഇപ്പോൾ തൃശ്ശൂരിലുണ്ട്. അതിൻ്റേതായിട്ടുള്ള സ്വാധീനം അവർക്ക് തൃശ്ശൂരിൽ ചെലുത്താൻ സാധിക്കുമെന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ ഒരു കൊഴിഞ്ഞു പോക്കലുകളൊക്കെ തന്നെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും എത്രത്തോളം അത് വലിയ തോതിൽ തിരിച്ചടിയാകുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പല രീതിയിൽ പല ആൾക്കാരും ബി.ജെ.പിയിൽ എത്തുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു. തൃശ്ശൂർ സുരേഷ് ഗോപി നേടിയെടുത്തതിന് ശേഷവും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും സംബന്ധിച്ചിടത്തോളം അതൊരു തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതുതന്നെയാണ് ഇപ്പോൾ യുവാക്കൾക്കിടയിൽ പോലും ഇപ്പോൾ ബി.ജെ.പിയിലേക്കുള്ള ഒരു ഒഴുക്ക് തൃശ്ശൂരിലും കാണുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി കാണാൻ പറ്റുന്ന ഒരു ചിത്രമായി മാറിയിരിക്കുകയാണ് തൃശ്ശൂരിൽ. എന്തായാലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഇത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാക്കി മാറ്റാനായിട്ട് ബി.ജെ.പിക്ക് സാധിക്കുമോ, അതല്ല ഈ പറയുന്ന തരത്തിൽ LDFനും UDFനും തൃശ്ശൂരിൽ ഒരു തിരിച്ചടി ഉണ്ടാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്.